ടാറ്റ. ഇന്ത്യക്കാരന് ഈ പേര് വെറും ഒരു ബിസിനസ് ഗ്രൂപ്പ് അല്ല, അതൊരു വികാരമാണ്, വിശ്വാസമാണ്. എന്നാൽ ആ വിശ്വാസത്തിന്റെ നെഞ്ചിലേക്കാണ് ഇപ്പോൾ നാസിക്കിൽ നിന്നൊരു കഠാര കയറിയിരിക്കുന്നത്. IT ലോകത്തെ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ TCS എന്ന പ്രസ്ഥാനത്തെ ഒരു മതപരിവർത്തന ഫാക്ടറിയാക്കി മാറ്റിയോ? റൂഫ് ടോപ്പുകളിലെ ഏകാന്തതയിൽ പെൺകുട്ടികളെ വേട്ടയാടിയത് ആരാണ്, എന്തിനാണ് അവർക്കുമേൽ കടുത്ത മതപരിവർത്തന സമ്മർദ്ദം ഉണ്ടായത്? ഇതിനെല്ലാം പിന്നിൽ ഒരു ഗ്രൂമിംഗ് ഗ്യാങ് പ്രവർത്തിച്ചിരുന്നു. തൗസീഫ് അത്താർ മുതൽ നിദ ഖാൻ വരെ IT പ്രൊഫഷണലുകൾ എന്ന് നമ്മൾ കരുതിയവർക്ക് പിന്നിൽ ഭീകരബന്ധങ്ങളുണ്ടോ? ഇതൊക്കെ IT-യിൽ സാധാരണമാണ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കണ്ണീരിനെ പരിഹസിച്ച HR ലോബിക്ക് പിന്നിലെ അജണ്ട എന്ത്? ഇത് വെറും ഒരു പീഡന കേസ് അല്ല, ഇതൊരു കോർപ്പറേറ്റ് ഗൂഢാലോചനയാണ്. ഓഫീസിന്റെ റൂഫ് ടോപ്പുകളിൽ ഹിന്ദു യുവതികളെ തടവിലാക്കി ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിച്ച ഒരു കോർപ്പറേറ്റ് ജിഹാദ് നെക്സസ്. നാസിക്കിലെ ആ ഓഫീസിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഭീകരമായ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളോ ആരോപണങ്ങളോ നമുക്ക് പരിശോധിക്കാം. ടാറ്റയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഭാരതത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ TCSന്റെ മഹാരാഷ്ട്രയിലെ നാസിക് യൂണിറ്റിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഒരു നിശബ്ദ വേട്ട നടക്കുകയായിരുന്നു. 2022 മുതൽ 2026 വരെ നീണ്ടുനിന്ന ക്രൂരതകൾ. 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ഹിന്ദു യുവതികളെ മാത്രം ലക്ഷ്യമിട്ട് ഒരു സംഘം അവിടെ പ്രവർത്തിച്ചു. 2022 മുതൽ 2026 വരെയുള്ള കാലയളവിൽ വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. ഇരയാക്കപ്പെട്ടതിൽ ഭൂരിഭാഗവും പറഞ്ഞതുപോലെ 18നും 25നും ഇടയിൽ പ്രായമുള്ള സോഫ്റ്റ് ടാർഗറ്റ്സ് എന്ന് പറയാവുന്ന ഹിന്ദു യുവതികളാണ്. അവരെ മാനസികമായി തളർത്താൻ, മെന്റൽ ഹാരാസ്മെന്റ്, അതായിരുന്നു ആദ്യ ശ്രമം. മീറ്റിംഗുകളിൽ വെച്ച് മോശമായി സംസാരിക്കുക, ശരീരഭാഗങ്ങളെ തുറിച്ചു നോക്കുക, അശ്ലീല ചുവയുള്ള കമന്റുകൾ പറയുക എന്നിവയായിരുന്നു തുടക്കം. പിന്നീട് ജോലിഭാരം അടിച്ചേൽപ്പിച്ചു. ശേഷം അവരെ ഓഫീസിലെ ഒറ്റപ്പെട്ട ഭാഗങ്ങളിലോ റൂഫ് ടോപ്പിലോ ഇരിക്കാൻ നിർബന്ധിച്ചു. അവിടെ വെച്ചാണ് യഥാർത്ഥ വേട്ടയാടൽ തുടങ്ങുന്നത്. അവിടെ വെച്ച് ഇസ്ലാം മതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും മതം മാറാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഇതിന് വഴങ്ങാത്തവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും കരിയർ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്ന ഓരോ വിവരവും നമ്മുടെ പ്രൊഫഷണൽ ലോകത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചോദ്യം ഉയർത്തുന്നതാണ്. അന്വേഷണ സംഘം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനോടകം 7-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേരുകൾ പുറത്തു വന്നതോടെയാണ് കേസിന്റെ ആ ഒരു ഭീകരത വ്യക്തമായത്. ഒന്നാമത്തെ ആൾ തൗസീഫ് അത്താർ, പ്രധാന പ്രതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കടുത്ത കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസങ്ങളെ പരിഹസിക്കാനും ഇസ്ലാം മതം സ്വീകരിക്കാനും യുവതിയെ നിരന്തരം പ്രേരിപ്പിച്ചു. രണ്ടാമത് നിദ ഖാൻ. കേസിൽ ഏറ്റവും നിർണായകമായ വ്യക്തി ഇവരാണ്. കമ്പനിയിലെ ഹ്യൂമൻ റിസോഴ്സ് HR വിഭാഗത്തിൽ പെട്ട ആളാണെങ്കിലും പ്രതികളെ സഹായിക്കാനും പെൺകുട്ടികളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും നിദയാണ് ചുക്കാൻ പിടിച്ചത്. പെൺകുട്ടികളോട് ഹിജാബ് ധരിക്കാനും മാംസാഹാരം കഴിക്കാനും ഇവർ നിർബന്ധിച്ചിരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡൽഹി റെഡ് ഫോർട്ട് സ്ഫോടന കേസിലെ പ്രതിയായ ഡോക്ടർ ഷഹീൻ ഷാഹിദുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന ഗൗരവകരമായ വിവരങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇനി മൂന്നാമത് അശ്വിൻ ചൈനാനി. TCSലെ ഓപ്പറേഷൻസ് ഹെഡാണ് ഇയാൾ. പീഡന പരാതികൾ ഇയാളുടെ അടുത്തെത്തിയിട്ടും ഇവയെല്ലാം പൂഴ്ത്തിവെച്ചു. ഇതൊക്കെ IT-യിൽ പതിവാണ് എന്ന് പറഞ്ഞ് കുറ്റവാളികളെ സംരക്ഷിച്ചു. ഇയാളും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 4 മറ്റ് അറസ്റ്റിലായവരൊക്കെ ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, ഷാറൂഖ് ഖുറേഷി, റാസ മേമൻ, ഡാനിഷ് ഷെയ്ഖ്. ഇവരെല്ലാം ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് സഹപ്രവർത്തകരെ മാനസികമായും ശാരീരികമായും തളർത്താൻ ശ്രമിച്ചു. ഇനി ഇരയുടെ വെളിപ്പെടുത്തൽ. പരാതിക്കാരിയായ യുവതിയുടെ മൊഴി കേട്ടാൽ ആരും ഒന്ന് നടുങ്ങും. തന്നെ റൂഫ് ടോപ്പിൽ ഇരുത്തി നിർബന്ധിച്ച് ഇസ്ലാമിക് പ്രാർത്ഥനകൾ ചെയ്യിച്ചുവെന്നും വിസമ്മതിച്ചപ്പോൾ കരിയർ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നുണ്ട്. സോഫ്റ്റ് ടാർഗറ്റുകളെ കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. 78-ലധികം ഇമെയിലുകളും ചാറ്റുകളും ഇപ്പോൾ SITയുടെ നിരീക്ഷണത്തിലാണ്. ഈ സംഭവം കേവലം ഒരു ക്രൈം സ്റ്റോറി അല്ല, മറിച്ച് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മാറ്റത്തിലെ ചില പ്രധാന വസ്തുതകൾ നോക്കാം. ഒന്നാമതായിട്ട് അന്താരാഷ്ട്ര ഭീകരബന്ധമാണ്. ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളുടെ വനിതാ വിഭാഗങ്ങളുമായി പ്രതികൾക്ക് ബന്ധമുണ്ട് എന്ന സംശയം ഉയർന്നതോടെ കേസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഒരു കോർപ്പറേറ്റ് ഓഫീസിനുള്ളിൽ ഈ ഒരു സ്ലീപ്പർ സെൽസ്, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്, സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. ഇനി പോഷ് കംപ്ലയിൻസ് ഫെയിലിയർ. ഏതൊരു കമ്പനിയിലും പീഡനം തടയാൻ വേണ്ടിയുള്ള ഇന്റേണൽ കമ്മീഷൻ അംഗങ്ങൾ തന്നെ പ്രതികളെ സഹായിച്ചു എന്നത് കമ്പനികളുടെ ആഭ്യന്തര സുരക്ഷയെ തകർത്തു. ഇതിനെ തുടർന്ന് നൈറ്റ്സ് IT എംപ്ലോയീസിന്റെ യൂണിയനാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് അടിയന്തരമായിട്ടൊരു ഓഡിറ്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മഹാരാഷ്ട്ര സർക്കാരിന്റെ നിലപാടാണ്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സംഭവത്തിൽ കർശന നടപടിക്ക് ഉത്തരവിട്ട് കഴിഞ്ഞു. ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആണ് എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇനി നോക്കുന്നത് ടാറ്റയുടെ പ്രതികരണമാണ്. ഗ്രൂപ്പ് ചെയർമാൻ N ചന്ദ്രശേഖരൻ നേരിട്ട് ഇടപെട്ടു. സംഭവത്തിൽ മാപ്പ് പറയുകയും CEO RD സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ കർശനമായ ഇന്റേണൽ പ്രോബ് പ്രഖ്യാപിക്കുകയും ചെയ്തു.
നാസിക് ഓഫീസ് താൽക്കാലികമായി അടച്ചുപൂട്ടിയത് കമ്പനിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ തിരിച്ചടിയാണ്. IT ലോകത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഈ കേസ് ശരിക്കും IT മേഖലയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പോഷ് നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ജോലിസ്ഥലത്തെ പീഡനം തടയാനുള്ള സമിതികൾ വെറും പേരിന് മാത്രമാണ് എന്ന സത്യം പുറത്തു വന്നു കഴിഞ്ഞു. ഇനി ഹിന്ദു വിരുദ്ധ വികാരം. ടാറ്റ പോലുള്ള ഒരു പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനത്തിനുള്ളിൽ പ്രത്യേക വിഭാഗം ആളുകൾ ഹിന്ദു ജീവനക്കാരെ സോഫ്റ്റ് ടാർഗറ്റുകളാക്കി മതമാറ്റത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നത് IT മേഖലയിലെ സുരക്ഷയെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഈ സംഭവം പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിനും വൻതോതിലുള്ള ചേരിതിരിവിനും കാരണമായിരിക്കുകയാണ്. ഇനി സുരക്ഷാ ഓഡിറ്റാണ്. രാജ്യത്തുടനീളമുള്ള IT കമ്പനികളിൽ ഉടൻ തന്നെ കർശനമായ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. നോക്കൂ, ഇതൊരു സാധാരണ ക്രൈം സ്റ്റോറി അല്ല. പ്രൊഫഷണലിസത്തിന്റെ മറവിൽ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കുട്ടികളെയും വേട്ടയാടാൻ ഇറങ്ങിയവരുടെ മുഖം മൂടി അഴിഞ്ഞു വീണ നിമിഷമാണിത്. ഒരു പ്രൊഫഷണൽ വർക്ക് സ്പേസിനെ ദുരുപയോഗം ചെയ്ത് നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ വെളിപ്പെടുത്തലാണിത്. പരാതി നൽകിയ യുവതിയുടെ ധൈര്യം അപാരമാണ്. അവരുടെ ഒരൊറ്റ ഉറച്ച തീരുമാനം കൊണ്ടാണ് ഇന്ന് ഇത്രയും വലിയൊരു ലോബി തകർന്നത്. നമ്മുടെ പെൺമക്കളെ നമ്മൾ പഠിപ്പിച്ച് IT ജോലിക്ക് വിടുന്നത് ഇത്തരം പീഡനങ്ങൾക്കും മതമാറ്റ ശ്രമങ്ങൾക്കും ഇരയാകാനല്ല. ടാറ്റയെ പോലെ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ തണലിൽ ഇത്രയും വലിയൊരു ക്രൈം നെക്സസ് പ്രവർത്തിച്ചു എന്നത് രാജ്യത്തിന് തന്നെ അപമാനമാണ്. ഇതിൽ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇനിയും എത്ര പെൺകുട്ടികൾ ഇതിൽ പെട്ടിട്ടുണ്ട്? ടാറ്റ ഗ്രൂപ്പ് ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. കുറ്റവാളികൾക്ക് തൂക്കുമരമോ അതിന് തുല്യമായ ശിക്ഷയോ ലഭിക്കണം. നമ്മുടെ വർക്ക് സ്പേസസ് സുരക്ഷിതമായിരിക്കണം. സത്യം പുറത്തു വരുന്നതുവരെ, നീതി ലഭിക്കുന്നതുവരെ ഈ ഒരു പോരാട്ടം തുടരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.